ജയസൂര്യ സാർ, നമുക്കറിയാം ഇപ്പോ ഇവിടെ നിലമ്പൂരിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഫ്ലെക്സിൽ ഇവർ പറയുന്നത് വികസനം തുടരും, ഇവൻ തുടരും എന്നാണ്. തുടരും എന്നുള്ള ആ സിനിമയുടെ ആ ഒരു പരസ്യവാചകമാണ് ഉപയോഗിച്ചത്, തുടരും എന്നുള്ളത്. എന്നാൽ ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ ഇവരുടെയൊക്കെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന അയാൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത് ഇവിടെ അൻവർ ഒരു വികസനവും ഈ പറയുന്ന 9 വർഷം കൊണ്ട് ഒന്നും നടത്തിയിട്ടില്ല എന്ന് അയാൾ പച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറയുന്നു. എന്നിട്ട് ഇവർ ഫ്ലെക്സ് വിപ്ലവത്തിൽ പറയുന്നു വികസനം തുടരും എന്നുള്ളത്. ഇതിലെ ആ ഒരു ഇരട്ടത്താപ്പിനെ എങ്ങനെയാണ് ജയസൂര്യൻ സാർ ഒന്ന് പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ? അതായത് വികസനത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കാഴ്ചപ്പാട് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കേവലം ഗിമ്മിക്ക് മാത്രമാണ്. വികസനം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നില്ല. വികസനം എന്നുള്ളത് കേരളത്തിൽ സംഭവിച്ചാൽ ഇടത് വലത് മുന്നണികൾക്ക് പിന്നെ ഇവിടെ സ്ഥാനമില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അവിടെ ദാരിദ്ര്യന്മാരുണ്ടായിരിക്കണം. ദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ല. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. സമ്പന്ന രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഇല്ല. അപ്പൊ ദരിദ്രത നിലനിർത്തണം. മീനിന് വളരണമെങ്കിൽ വെള്ളം വേണം എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസം തഴച്ചു വളരണമെങ്കിൽ അവിടെ ദാരിദ്ര്യം വേണം. അതുകൊണ്ട് ദാരിദ്ര്യം നിലനിർത്തുന്ന സമീപനം അവര് തീർച്ചയായിട്ടും കൊണ്ടുവരും, നിലനിർത്തുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ ചർച്ച കേൾക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും ക്ഷേമനിധികളിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, എന്തുമാത്രം വലിയ ക്ഷേമനിധികളാണ്! കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, മോട്ടോർ വാഹന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, ഇനി പുതിയ ക്ഷേമനിധി വരാൻ പോവുകയാണെന്ന് കേട്ടു. PSC റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കിട്ടും. മാസം 50 രൂപ വെച്ച് അടച്ചാൽ മതി. ഇതൊന്നും തിരിച്ചു കിട്ടുകയില്ല. അപ്പോ 20 ലക്ഷം 30 ലക്ഷം ആൾക്കാരൊക്കെ ക്ഷേമനിധി അടച്ചിട്ട് ഒരു പൈസ പോലും തിരിച്ചു കിട്ടാതെ വരുമ്പോ ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം ദാരിദ്ര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യം. എന്നാൽ വലതുപക്ഷമോ, അവരെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ വളർത്തിയെടുക്കുക, ജാതീയതയെ വളർത്തിയെടുക്കുക, എന്നിട്ട് അതിനെ വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക. അല്ലാതെ വികസനം എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ വലിയ നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഹിന്ദു സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ഇത്തവണ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇനി SNDPക്കോ NSSനോ കത്തോലിക്ക സഭയ്ക്കോ കേരള രാഷ്ട്രീയത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുന്ന തരത്തിലാണ് ജയിച്ച സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട്ടേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി പോയത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയം എന്നുള്ളത് വികസനത്തെ മറന്നിരിക്കുന്നു, കൃഷിയെ മറന്നിരിക്കുന്നു, തൊഴിലിനെ മറന്നിരിക്കുന്നു, വിദ്യാഭ്യാസത്തെ മറന്നിരിക്കുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതായിരിക്കുന്നു. അവരുടെ ചിന്ത സംഘടിത വോട്ട് ബാങ്കിനെ പ്രേരിപ്പിക്കുന്ന ഗസയിലുള്ള അല്ലെങ്കിൽ ഫലസ്തീനിലുള്ള അല്ലെങ്കിൽ ഇസ്രയേലിലുള്ള ഇറാനിലുള്ള തീവ്ര മത ചിന്തകൾ മാത്രമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ പാർലമെന്റ് ഇലക്ഷൻ വരെ അക്കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഇലക്ഷനെ നയിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ, അവർ ഏത് ഭാഗത്ത് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും കുഴപ്പമില്ല, അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ആശയങ്ങൾ കേരളത്തെ രക്ഷിക്കുമോ, നമ്മളെ രക്ഷിക്കുമോ? അതിന് വടക്ക് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഒരു കാലത്ത് പട്ടിണി സംസ്ഥാനങ്ങളായിരുന്ന ബീഹാറും ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ ഇന്ന് സമ്പന്ന സംസ്ഥാനങ്ങളായി മാറിയെങ്കിൽ അതിന്റെ അർത്ഥം ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നു, വികസനം എന്താണ് എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. എത്രമാത്രം കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വന്നത് എന്നൊക്കെ ഞാൻ വിശദീകരിച്ച് ഇപ്പൊ സമയം കളയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യം. വികസനം എന്താണ് എന്നറിയണമെങ്കിൽ കേരളം കേന്ദ്ര പദ്ധതികൾ കണ്ടുപഠിക്കേണ്ട ഒരവസ്ഥയിലായി എന്നുള്ളത്. ഹൈവേകളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എയറോഡ്രോമുകളെ കുറിച്ചാണെങ്കിലും തുറമുഖമാണെങ്കിലും വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികളാണെങ്കിലും ഇതൊക്കെ കേന്ദ്രം തരുന്നത് കൊണ്ടുള്ള വികസനം കേരളത്തിൽ സംഭവിക്കുന്നുവല്ലാതെ കേരളത്തിന് തനതായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് UDFനും ഇല്ല, LDFനും ഇല്ല. എന്നാൽ കേന്ദ്രം തരുന്ന എല്ലാ പരിപാടികളും ഇവിടെ ഒട്ട് പദ്ധതികളും ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് വികസനം വേണ്ട, കേരളത്തിന് കൃഷി വേണ്ട, വ്യവസായം വേണ്ട, ബിസിനസ് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, തൊഴിൽ വേണ്ട. 4 നേരവും വർഗീയത മാത്രം മതി. അതും കേരളത്തിലെ വർഗീയതയും വേണ്ട, ഇന്ത്യയിലെ വർഗീയതയും വേണ്ട, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വർഗീയത മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഏറ്റവും അപകടകരവും ആത്മഹത്യാപരവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങള്, ബുദ്ധിജീവികള്, ചിന്തകര്, എഴുത്തുകാര്, ഒപ്പം തന്നെ ഇടത് വലത് മുന്നണികൾ പരസ്പരം മത്സരിച്ച് മുന്നേറുകയാണ്. പക്ഷെ ജനങ്ങൾ
പൊറുതിമുട്ടുന്ന ജനങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്, എങ്ങനെയാണ് വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് കാർഷിക സ്വയം പര്യാപ്തത നേടിയത്, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ലോകമെമ്പാടും അയച്ചത്, എങ്ങനെയാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത്, വ്യവസായങ്ങൾ വളർന്നത്. ഇത് നോക്കുമ്പോൾ ഒരൊറ്റ ഒരു കാരണമേ ഉള്ളൂ, BJP അധികാരത്തിൽ വന്നു. അതുകൊണ്ട് കേരളത്തിന്റെ മോചനത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് വോട്ടർമാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വോട്ടർമാർ ചെയ്യേണ്ട ഒരു കാര്യം ഉത്തരേന്ത്യ എങ്ങനെ ചിന്തിച്ചോ അതുപോലെ ചിന്തിക്കുകയും അതുപോലെ വോട്ട് ചെയ്യുകയും അത്തരമൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പുകളെ ഫലപ്രദമായി ഉപയോഗിക്കുകയും വേണം. അത് മാത്രമാണ് അതിനുള്ള പോംവഴി എന്നാണ് എന്റെ അഭിപ്രായം. രശ്മിൽജി, നമ്മൾക്കറിയാം ഇവിടെ ഒരു പ്രേക്ഷകൻ ഉന്നയിച്ച 2 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2016 BJPയുടെ സ്ഥാനാർത്ഥിയുള്ള ഗിരീഷ് എന്ന് പറയുന്ന ഗിരീഷ് മേക്കാട്, അദ്ദേഹം BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം നേടിയ വോട്ട് 12,284. ഈ വോട്ടിൽ നിന്ന് ഇപ്പോൾ ഈ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ്, അദ്ദേഹത്തിന് കുറവ് വരാൻ എന്താണ് കാരണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ജയസൂര്യ സാറിലേക്ക് പോകേണ്ടതാണ്. ഇതിനൊരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും രശ്മിൽജി? കാരണം ഇതിലേക്ക് തോന്നുന്നു 3700 ചില്ലാനത്തോളം വോട്ടിന്റെ കുറവ് വരുന്നുണ്ട്. അത്രയും വോട്ടുകൾ നമുക്ക് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക്, ഇവിടെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനൊരു മറുപടി പ്രേക്ഷകർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും? അത് അദ്ദേഹത്തിന് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് വലിയൊരു ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ മധുവനം ഭാസ്കരപിള്ള സാർ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച് അന്ന് 5000 വോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ ജയസൂര്യ സാറ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. എത്രത്തോളം നാട് പുരോഗമിച്ചു വരുന്നു അത്രത്തോളം വർഗീയപരമായിട്ടുള്ള ചിന്തകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമല്ല, ഒരു ഭൂരിപക്ഷം വിഭാഗം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമല്ല നിലമ്പൂർ നിയോജകമണ്ഡലം. മറിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം. അതിനകത്ത് തന്നെ നിരവധി ഘടകങ്ങൾ വേറെയും വരാനുണ്ട്. ഇവിടെ 2016 ശേഷം 21 വന്നു. അദ്ദേഹം ആ 21 വോട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. 16 വോട്ടിനുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റു 2 രാഷ്ട്രീയ പാർട്ടികൾ നോക്കണമല്ലോ. അവർക്കും 2016 വോട്ട് ഇത്തവണ കിട്ടിയിട്ടുണ്ടോ? വേണ്ട. 2021 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശ് നേടിയ വോട്ടിലേക്ക് എത്താൻ ഇന്ന് ആര്യടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടില്ല. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി നേടിയ വോട്ടിലേക്ക് എത്താൻ സ്വരാജിന് സാധിച്ചിട്ടില്ല. അതൊന്നും ചർച്ചാ വിഷയമല്ലാതെ ഇവിടെ BJPയെ മാത്രം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം സ്വാഭാവികമാണ്, അതിനെല്ലാം മറികടക്കാനുള്ള തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും പാർട്ടിക്ക് ചെയ്യേണ്ടതുണ്ട്. യാതൊരു തർക്കവുമില്ല. ഇത് ഒരു ബേസ് ആണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തമ്മിൽ ആ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേണും നിയമസഭയിലെ വോട്ടിംഗ് പാറ്റേണും നമുക്ക് ഒരേപോലെ പറയാൻ സാധിക്കില്ല. ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം നോക്കിയാൽ മതി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോവുകയാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന, ഒരു പാർട്ടിയുടെ വാർഡ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട്, ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് ഒരേ പാർട്ടിയുടെ, അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് 3 തരത്തിലായിരിക്കും. അത് വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2016 വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് 2025 അളക്കാൻ നമുക്ക് സാധിക്കില്ല. 2016 ശേഷം 2021 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ 2021 തെരഞ്ഞെടുപ്പും 2025 തെരഞ്ഞെടുപ്പും നമുക്ക് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. ഇവിടെ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ 2 or 3 പ്രദേശങ്ങളിൽ മാത്രമാണ് നമുക്ക് അല്പമെങ്കിലും ഒരു വർധന നടത്താൻ സാധിച്ചിട്ടുള്ളത്. അത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂരിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഈ ചർച്ചയെ നേരിടേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജയസൂര്യൻ സാർ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളും കൃത്യമാണ്. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ അവര് തയ്യാറല്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകാനല്ലാതെ അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കാണിക്കാൻ ഈ 2 മുന്നണികളും തയ്യാറായിട്ടില്ല. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുള്ള പനങ്കയത്തിന് അപ്പുറത്തുള്ള ഒരു പാലം. ആ പാലത്തിന്റെ അവിടെയാണ് മല്ലി എന്ന ഒരാള്
ഇന്നലെ ആ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടിട്ട് ഫയർഫോഴ്സിന്റെ ബോട്ട് അവിടെ പോയിട്ട് ആ ബോട്ട് വരെ ഒഴുക്കിൽപ്പെട്ടു പോയി. ആ ഒഴുക്കിൽപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ 2018 പാലം നിലനിന്നിരുന്ന സ്ഥലമാണ്. പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ പാലം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ 2018 ശേഷം 25 നമ്മൾ വന്നു. ഈ 25 എത്തിയപ്പോൾ പോലും കേരളം ഭരിച്ച മുന്നണിക്ക് ആ പാലം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. അതാരുടെ കുറ്റമാണ്? BJPയുടെ കുറ്റമാണോ? അത് ഇടതുപക്ഷത്തിന്റെ കുറ്റമാണ്. ഇന്നലെ നമ്മൾ കണ്ടു ചൂരൽമലയിലെ ആളുകൾ ബഹളം വെക്കുന്ന കാഴ്ച പത്രദൃശ്യ മാധ്യമങ്ങളെ കണ്ടു. 870 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് അവിടെ പുനരധിവാസം നടത്താൻ തയ്യാറാകാത്തത്. ആ ദുരന്തം ഉണ്ടായ ഉടനെ 350 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊടുത്തു ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി. അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തിയും മറ്റും നോക്കിക്കഴിയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 250-300 കോടി ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് മുഴുവൻ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകി അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ 350 കോടി കിട്ടിയിട്ട് ആ 350 കോടിയിൽ നിന്നും എത്ര രൂപ ചെലവഴിച്ചു? ഇവിടുത്തെ ആ ചൂരൽമലയിൽ സർവ്വതും നഷ്ടപ്പെട്ട എത്ര പേർക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയാൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ അതിന് പകരം അവർ ചെയ്തത് 2000 കോടി രൂപ. ആലോചിച്ച് നോക്കണം. ഇവിടെ 870 കോടി രൂപ ഖജനാവിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ട് കിടന്നിട്ട് പോലും അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ട് ആ പാവങ്ങൾക്ക് നൽകാനോ അവർക്ക് ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകാനോ കേരളത്തിലെ ഗവൺമെന്റ് 18 ശേഷം ഈ 25 എത്തി നിൽക്കുന്ന സമയം വരെ ഒന്നും ചെയ്തിട്ടില്ല. ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ എന്താ പറയാ ഭവനം മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാവശ്യവുമല്ലാതെ ഡൽഹിയിൽ ഒരാളെ കൊണ്ടുവച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ ഹെലികോപ്റ്ററിന്റെ വാടക, അഡ്വാൻസ് വാടക 1 കോടിക്ക് മേലെ ഇന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ഓരോ സമയത്തും പുതിയ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ ഇവിടുത്തെ പാവങ്ങൾ ആ കൽപ്പറ്റയിലടക്കം ചൂരൽമലയിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ള സർവ്വതും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചുള്ള നിരവധി പാവങ്ങളുണ്ട് അവിടെ. എന്തുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഇന്ന് വരെ ഒന്നും ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറായില്ല? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാപട്യമാണ്, കപടമുഖമാണ് അവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ UDFന്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ദിവസം 22-ാം തീയതി ഞാൻ വണ്ടൂരിൽ വെച്ചിട്ട് ഒരു സമുദായ സംഘടന, വണ്ടൂരിൽ നടുവത്തപ്പുറത്തൊരു സമുദായ സംഘടനയുടെ ഒരു 45ാമത് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചില വസ്തുതകളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതിനുശേഷം വൈകി എത്തിയ അവിടുത്തെ MLA അദ്ദേഹം പറഞ്ഞത്, വർഷങ്ങളായി എനിക്ക് സമുദായ സംഘടനയുമായിട്ടും നേതാക്കളുമായിട്ടും നല്ല അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയും ഭരിക്കും, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ചില കാര്യങ്ങളെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചത്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 45 കൊല്ലം കഴിഞ്ഞു ആ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ട്. ആ 45 കൊല്ലത്തിനുള്ളിൽ ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ ഇനിയും ചെയ്യാനുണ്ട്, അടുത്ത തവണ ഞങ്ങളാണ് എത്തുന്നതെങ്കിൽ ഞങ്ങളത് ചെയ്തു തരുമെന്നുള്ള വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഈ 45 കൊല്ലം ഇവരെന്താണ് ഈ സമൂഹത്തോട് ചെയ്തത്, ഈ സമുദായത്തോട് ചെയ്തത് നമ്മൾ ചിന്തിക്കണ്ടേ? അവരുടെ കുറ്റസമ്മതമായിരുന്നു ശരിക്കും ആ MLA അവിടെ നടത്തിയിട്ടുള്ളത്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത്, അത് UDFന്റെ മുഖമാണ്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സംഘടിത മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഭൂരിപക്ഷ സമുദായാംഗങ്ങളെ അവരെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന നാണയത്തിന്റെ 2 വശങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്.